നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ, വിവാദങ്ങൾ ഒക്കെ കൊഴുക്കുന്നതിനിടയിൽ ഹൈക്കോടതി നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ സ്വാഭാവികമായി പ്രതീക്ഷിച്ചതുപോലെ കേസെടുക്കണം, ആരോപണങ്ങൾ ഉണ്ടായ ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസെടുക്കണം എന്നുള്ള ആവശ്യത്തിൻ്റെ തുടർച്ചയായി കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ടായി. അതിൻ്റെ തുടർച്ചയായി കോടതി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അന്തിമ വിധി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കേസെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. കോടതി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോടതി നടപടികളെക്കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. മൂന്നാമതായി WCC നടത്തിയ ഒരു ഇടപെടലുമുണ്ട്. ആദ്യത്തെ കാര്യം, പ്രതിപക്ഷം ഇതിൽ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ച സാഹചര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ നിലപാട് എന്ത് എന്നുള്ളതിന് അപ്പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വെളിപ്പെടുത്തപ്പെടാത്ത പേരുകളുടെ പിറകിൽ ആരാണ് എന്നുള്ള പുകമറ സൃഷ്ടിക്കുന്ന പൊതുബോധം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യമാണ് പ്രതിപക്ഷവും സൃഷ്ടിക്കുന്നത്. ആ പേരുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യമുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, അതിൻ്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ KB ഗണേഷ് കുമാറിൻ്റെ പേര് അതിലേക്ക് പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തേത്, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം പറഞ്ഞ കോൺക്ലേവ് നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ പ്രസ്താവനയെ പിന്തുടർന്നുള്ള വിവാദമാണ്. ആ കാര്യത്തിൽ WCC കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു. WCCയുടെ പ്രധാനപ്പെട്ട ഒരംഗം കൂടിയായ പാർവതി തിരുവോത്ത് അവരുടെ ആശങ്ക പങ്കുവച്ചിരുന്നു. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന വ്യക്തത വരുന്നതുവരെ കാത്തിരിക്കുകയാണ് എന്നവർ പറഞ്ഞിരുന്നു. അതോ കോൺക്ലേവ് എന്നത് മറ്റ് ഈ ആരോപണ വിധേയരും ആരോപണത്തിന് ഉന്നയിക്കാൻ ഇരയായ ആളുകളും എല്ലാം ഒന്നിച്ചിരിക്കുന്ന പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അത് ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നവർ പ്രതികരിച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പ്രത്യേകിച്ചും സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ച് മറ്റൊരു തലത്തിലേക്ക് അത് ഉയർത്തിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ കുരുക്കിലേക്ക് സർക്കാർ പ്രതിനിധികൾ വീണു എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാൻ. മൂന്നാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതത് ആൾക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ പ്രതിക്കൂട്ട് നിർത്തിക്കൊണ്ടുള്ള വിചാരണ നടക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു നടി മൊഴി ഇതുപോലെ നൽകിയില്ല, സ്ഥാപക അംഗം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അവർക്കെതിരെ ഒരാൾ ഉണ്ട്, ആ ആൾ ഇന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ അറ്റാക്കുകൾ വലിയ തോതിൽ നടക്കും. അവരാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി എന്ന നിലയിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് ആണ് നമ്മൾ വരുന്നത്. ആദ്യം പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ ഒന്ന്, അവരുടെ രാഷ്ട്രീയമായ യുദ്ധങ്ങൾ ആരംഭിച്ചത് VD സതീശൻ നടത്തിയ പ്രസ്താവനയിൽ നിന്നാണ്. കോൺക്ലേവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ലീഡിംഗ് ക്വസ്റ്റ്യനുള്ള മറുപടിയായിട്ടാണ് അവർ പറയുന്നത്. ഇന്നലെ എല്ലാ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലും അവരുടെ അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സ്വാഭാവികമായി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിൽ ഉയരാനിടയുള്ളൊരു സംശയമാണ്. എന്താണ് ചലച്ചിത്ര കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹേമ കമ്മിറ്റി എന്ന റിപ്പോർട്ട് നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വെച്ചപ്പോഴാണ് സർക്കാരിൻ്റെ മന്ത്രി പറയുന്നത് ഞങ്ങൾ ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കും, ഒരു കോൺക്ലേവ് നടത്തുമെന്ന്. എന്നാൽ ആ പ്രഖ്യാപനത്തിൽ ചില ആശങ്കകളുണ്ടാവും. അത്തരം ആശങ്കകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് ഉന്നയിച്ചത്. എന്നാൽ അതിനെക്കുറിച്ചും കൂടി രാഷ്ട്രീയ സാധ്യത മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇരയെയും വേട്ടക്കാരനെയും ഒന്നിച്ചിരുത്തുന്ന പരിപാടിയാണ് കോൺക്ലേവ്, അത് വേണ്ട എന്ന ആംഗിളിലേക്ക് മാറ്റി പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ആരോപണം വ്യക്തമാണ്. ഹേമ കമ്മിറ്റി എന്ന ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം ഒരു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേരളത്തിൽ ഒരു സർക്കാർ മുന്നോട്ട് വന്നു. അതിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. 4.5 വർഷത്തിന് ശേഷം അതിൻ്റെ രഹസ്യാത്മകതയുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുണ്ടായ വൈകലിനെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു. അതിൻ്റെ തുടർച്ചയായി അത് പുറത്തു വന്നു. ഇനി എന്ത് നടപടി എടുക്കണമെന്നത് സംബന്ധിച്ച് സർക്കാരിന് വ്യക്തതയില്ലാത്ത ആശയക്കുഴപ്പത്തിൽ പെട്ട് പോയതുപോലെയുള്ള പ്രതികരണങ്ങൾ കണ്ട ഘട്ടത്തിലാണ് WCCയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പോയത്. സാംസ്കാരിക മന്ത്രി കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉയർത്തിയ ചോദ്യം. എന്നാൽ മാധ്യമങ്ങളിലെ ലീഡിംഗ് വാർത്തകളുടെ ചുവട് പിടിച്ചുകൊണ്ട് സാംസ്കാരിക മന്ത്രി തന്നെ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ ഇത് ഏറ്റെടുത്തതിന് ശേഷമുള്ള പ്രതികരണത്തോട് പ്രതികരിക്കുന്നതും സാംസ്കാരിക മന്ത്രിയുടെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ
പ്രതികരണങ്ങളായി കണ്ടു. പ്രതിപക്ഷ നേതാവിനുള്ള പ്രതികരണം സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ മേൽ WCCയെ പോലെ നിരന്തരമായി പിന്നിൽ നിന്നുകൊണ്ട് രംഗത്ത് നിന്നിരുന്ന സംഘത്തിലെ അവരുടെ പ്രതിനിധികൾ പറയുന്ന കാര്യത്തിൻ്റെ അന്തസത്ത മാനിക്കാത്ത നിലയിലാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചത്. അവർ പാർവതി തിരുവോത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി സജി ചെറിയാൻ പറഞ്ഞതും ഇങ്ങനെയാണ്. അവർ ഉന്നയിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് തെറ്റിദ്ധാരണ മൂലമാണ്, ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ്. കോൺക്ലേവിൻ്റെ കുറിച്ചുള്ള സംശയം ഉന്നയിക്കുന്ന ആരോപണമായിട്ടാണ് മന്ത്രിക്ക് തോന്നുന്നത്. തെറ്റിദ്ധാരണ മൂലമാണ് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. മറ്റൊരു കാര്യം, കോൺക്ലേവിൽ നിയമപരമായ നയ തീരുമാനങ്ങളെക്കുറിച്ച്, സിനിമാ നയം രൂപീകരിക്കേണ്ടതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി. ഒപ്പം സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഗൗരവമുള്ള കാര്യം MP രാജേഷ് പറഞ്ഞതാണ്. MP രാജേഷ് പ്രതികരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതികരണത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റേതുൾപ്പെടെയുള്ള സങ്കുചിത രാഷ്ട്രീയം കലർന്ന നിലപാടുകളെയാണ് ഞങ്ങൾ തള്ളിക്കളയുന്നത്. സർക്കാരിന് ഹേമ കമ്മിറ്റിയുടെ പേരിൽ കിട്ടാനിടയുള്ള ക്രെഡിറ്റ് ഇല്ലാതാക്കാനുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രിത നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് MP രാജേഷ് ഇന്ന് പറഞ്ഞത്. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റിയെ നിയമിച്ചത്? ഹേമ കമ്മിറ്റിയെ വെച്ചത് സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ബോളിവുഡിൽ ഉൾപ്പെടെ മീട്ടു അടക്കമുള്ള വെളിപ്പെടുത്തലുണ്ടായില്ലേ? എന്നിട്ട് എന്താണ് ഒരു ചർച്ചയും വരാതിരുന്നത്? കമ്മിറ്റിയെ വയ്ക്കാനോ അന്വേഷിക്കാനോ ആരും തയ്യാറായില്ല. ആരും പറയാതെ തന്നെ കേരളത്തിലെ സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന നല്ല അഭിപ്രായം ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിച്ചല്ലേ ഈ പ്രചരണം? സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ശുപാർശകളിൽ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ല. പലരും മൊഴി നൽകിയത് രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടാണ്. കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരനും ഒന്നിച്ചിരിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. കോൺക്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നയം രൂപീകരിക്കാനുള്ള കൂട്ടായ ചർച്ചയാണ്. റിപ്പോർട്ടിന്മേൽ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. MP രാജേഷിൻ്റെ പ്രതികരണത്തിൽ ഒരു വ്യക്തതയുണ്ട്. കോൺക്ലേവ് വേറെയാണ്, റിപ്പോർട്ടിൻ്റെ തരത്തിൽ ചർച്ചയുമായി മുന്നോട്ട് പോകും എന്നാണ് MP രാജേഷ് പറയുന്നത്. അതേസമയം സർക്കാർ ഔദ്യോഗികമായി, സാംസ്കാരിക മന്ത്രി പ്രത്യേകിച്ചും ഇതിലൊരു വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളത് പ്രത്യേകമായി ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണമായി നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ഉള്ള സംശയം ഉന്നയിക്കുമ്പം അതിന്മേൽ പിടിച്ച് അവർക്കെതിരായ ആരോപണമായി, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം തെറ്റിദ്ധാരണയാണ്, അവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. രാഷ്ട്രീയമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ നേരിടാം എന്നുള്ളതേ ഉള്ളൂ. പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്തതാണോ, അതിന്മേൽ വിശദീകരണം നൽകാൻ കഴിയാത്തതാണോ, ഇനി ആശയക്കുഴപ്പമാണോ, എന്തായാലും അതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തമായി തന്നെ അവർ കാണേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റ് മേഖലകളിലുള്ള ആളുകൾ, സിനിമയിൽ തന്നെ ഉള്ള ആളുകളുടെ അഭ്യുദയകാംക്ഷികളായി വരുന്ന ആളുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ആളുകൾ, മറ്റ് പല മേഖലകളിൽ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ ചില ആരോപണങ്ങളെ ഉണ്ടാക്കിയെടുത്ത് വ്യാഖ്യാനിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഒരു കാഴ്ചയിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരുകളെ ഓരോരുത്തർ പറയുന്നത് കാണാം. നടന്മാരുടെ പേരുകൾ, സംവിധായകരുടെ പേരുകൾ, രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളുടെ പേരുകളൊക്കെ കാണാം. എല്ലാ പേരുകളും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. പരസ്യമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു പേര് KB ഗണേഷ് കുമാറിൻ്റെ പേരാണ്. KB ഗണേഷ് കുമാറിന് ഇത് ഒതുക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നതിലോ പങ്കുണ്ടോ എന്ന് സർക്കാർ മന്ത്രിയായി നിലനിർത്തുന്ന കാര്യം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഭയങ്കരമായി അടിയടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിൻ്റെ കിങ് പിൻ സർക്കാരിൻ്റെ ആളാണ്, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഒരാളുടെ പേര് പറയാൻ, ഗണേഷ് കുമാർ രാഷ്ട്രീയമായ ഒരു പക്ഷത്ത് നിൽക്കുന്നതാണ്, എന്നാൽ അതുകൂടാതെ മുൻനിര താരങ്ങളെയൊക്കെയാണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ പേര് പറയാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിനില്ല. കാരണം അങ്ങനെ പറയില്ല. അങ്ങനെ പറയാൻ ധൈര്യമില്ല എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കേസിലെ പ്രതി ദിലീപിനെ നിർത്തിക്കൊണ്ട് അവരുടെ രാജ്യസഭാ MPയും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട മഹിളാ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ജെബി മേത്തർ ദിലീപിനൊപ്പം ആലുവ നഗരസഭയുടെ കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന ഔദ്യോഗിക നഗരസഭയുടെ പരിപാടിയിൽ ആദരിച്ചിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയുടെ കുറിച്ചുള്ള വിശദാംശം നമ്മളൊരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ പോലും സംഘടിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ പേര് പറയാൻ പോലും മടിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. KB ഗണേഷ് കുമാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചത്. അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്വേഷിക്കട്ടെ. ഇപ്പോ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത്. അന്വേഷിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളോട് മനസ്സിലാക്കണം, രാഷ്ട്രീയമായിട്ടല്ല.
കെ പി ഗണേഷ് കുമാർ രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പറയാം. എന്നാൽ മറ്റേതെങ്കിലും പേരുകൾ പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയിക്കേണ്ട കാര്യം പോലുമില്ല. എന്തായാലും ഗണേഷ് കുമാർ അതിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ നമുക്കറിയില്ല. പക്ഷേ മറ്റു പേരുകൾ അവർ പറയാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് പോലെ ഉദ്ദേശിച്ച സൂചനകളിലേക്ക് കടക്കുന്നതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മളെ മുമ്പിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഉന്നയിക്കാനാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റ് മേഖലകളിലുള്ള ആളുകൾ. ഉദാഹരണത്തിന് സ്ഥാപക അംഗം WCCക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാൾ പീഡനം നടന്നിട്ടില്ല, തനിക്കറിയില്ല, അങ്ങനെ ഒരു മൊഴി നൽകി എന്ന് പറഞ്ഞൊരു സൂചന WCCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗത്തിൻ്റെതായ ഒരു സൂചന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആ വനിത WCCയുടെ സ്ഥാപക അംഗമാണ്, അവർക്ക് ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട് പിന്നീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂചനകൾ അതിനകത്തുണ്ട്. ആ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മുൻകാലത്ത് തുടങ്ങിയ ഒരു സൈബർ അറ്റാക്കാണ്. അവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള മാസായ അറ്റാക്ക് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും ജനപ്രിയമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ആസൂത്രിതമായി നീക്കം നടത്തിക്കൊണ്ട് നടത്തുന്ന സൈബർ അറ്റാക്ക് നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെ ആണ് ഇത്തവണ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം അവർ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത്. ആ അറ്റാക്കിൻ്റെ സ്വഭാവം എല്ലാവരും ഏറ്റെടുത്തു. അവരോട് ശത്രുത ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ WCCയോട് ശത്രുക്കളായ ആളുകളൊക്കെ അതൊക്കെ അവരുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമവും അതാണ് പ്രധാനപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അന്തസത്ത എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്ന് WCC നടത്തിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രസക്തമായ നിലയിൽ പാർവതി തിരുവോത്തും ചാനൽ അഭിമുഖങ്ങളിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും WCCയുടെ പ്രതികരണം നമുക്ക് കേട്ടുനോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു. 250ഓളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ WCC മുൻ സ്ഥാപക അംഗത്തിൻ്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് WCC കരുതുന്നു. മറിച്ചു പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെ പൊതുരീതിയാണ്. ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല. ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത്. കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടം ഉണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു. നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിന്നിരുന്ന ഒരിടമാണിത്. അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത്. പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവമാണ് വേണ്ടത്. രാഷ്ട്രീയത്തിനും സങ്കുചിതമായ മറ്റ് ബോധത്തിനും ഒക്കെ അപ്പുറത്ത് കുരുട്ടുബുദ്ധികൾ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ചർച്ചകളിൽ തിരിച്ചറിയപ്പെടേണ്ടവ തിരിച്ചറിയപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നെല്ലും പതിരും ഹേമ കമ്മിറ്റിയിലെ നെല്ലും പതിരുമല്ല, അതിനെ തുടർന്ന് സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന വഴി മാറ്റി വിടാനുള്ള ചർച്ചകളുടെ നെല്ലും പതിരും നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അത്തരത്തിലുള്ള ചർച്ചകളെ അതിൻ്റെ വഴിക്ക് വിടുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുക എന്നുള്ള പാഠമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം മുതൽ സിനിമാ രംഗത്ത് വരെ നടക്കുന്ന ചർച്ചകളിലെ ചിലതിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത്തരം തിരിച്ചറിവുകൾ പൊതുസമൂഹത്തിനുണ്ടാവേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നന്ദി, നമസ്കാരം.